ഹായ് ഫ്രണ്ട്സ്, PG's ഗാർഡൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡീനിയത്തെക്കുറിച്ച് A to Z പ്രതിപാദിക്കുന്ന A for അഡീനിയം എന്ന വീഡിയോ പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ പരമ്പര ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു അഡീനിയം ചെടി ഒറ്റ തണ്ടായി നേരെ നീണ്ടു പോകുന്നതിനേക്കാളും എത്രയോ ഭംഗിയുണ്ടാവും. അതിൽ ധാരാളം ഫ്ലവറുകളും കുറേ ബ്രാഞ്ചസും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം, അതായത് നീണ്ടു പോകാത്ത രീതിയിൽ അതിനെ മുറിച്ച്, അതായത് പ്രൂൺ ചെയ്ത് നമുക്കൊരു ബുഷിയായ ഒരു ചെടിയാക്കി മാറ്റാമെന്നാണ് ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാവുന്നത്. ഈ കാണുന്ന ചെടി ഞാൻ കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം വന്ന മാറ്റമാണ്. അതായത് ഇതിൽ 2-3 ബ്രാഞ്ചസ് പുറത്തേക്ക് വന്നിരിക്കുന്നു. പിന്നെ ഇതിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു, അതിൽ ഫ്ലവർ ഉണ്ടായതുകൊണ്ട് ഞാനതൊന്നും കട്ട് ചെയ്തില്ല. എന്നാലും മെയിൻ സ്റ്റെം കട്ട് ചെയ്തപ്പോഴത് അതിൽ 3 പുതിയ കിളർപ്പുകൾ, അതായത് മുകുളങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ചെടി നല്ല ബുഷിയായിട്ട് എല്ലാ ബ്രാഞ്ചസിലും നല്ല ഫ്ലവറായി കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കാണാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഷാർപ്പായ ഒരു ബ്ലേഡാണ്. ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ, അത് എന്തായാലും പുതിയൊരു ബ്ലേഡ് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ഷതമേൽക്കാതെ ചെടിയെ നല്ല രീതിയിൽ മുറിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് പുതിയ ബ്ലേഡാകുമ്പോൾ നമുക്കതിനെ സാനിറ്റൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യണമെന്നില്ല, ചൂടാക്കുകയോ ഒന്നും വേണമെന്നില്ല. ഗ്രാഫ്റ്റിംഗ് പോർഷനിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഭാഗത്ത് വെച്ച് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്നും വരുന്ന കറ നമ്മളൊരു വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നമുക്കത് തുടച്ച് മാറ്റാം. നമുക്ക് മറ്റൊരു ചെടിയും കൂടി ഇതേ പ്രൊസീജിയർ ചെയ്യാം. അതായത് ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു 2 ഇഞ്ച് ഗ്രാഫ്റ്റിംഗ് പോർഷന് 2 ഇഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് പുതിയ മുകുളം വരാനുള്ള നമ്മൾ ആ ലീഫിൻ്റെ ആ നോഡിൻ്റെ ആ മാർക്കില്ലേ, അത് വെച്ച് അതിൻ്റെ കുറച്ച് മുകളിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം. അത് നന്നായി തുറച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനിൽ ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പൗഡർ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫാണ്. അത് സാഫായാലും നല്ല ഫലം കിട്ടുന്നതാണ്. അതൊന്ന് നന്നായിട്ട് അതിനെ പിടിപ്പിച്ചു കൊടുക്കുക. അത് ഈ സാധാരണ രീതിയിൽ മെഴുകുതിരി ചൂടാക്കി ഒഴിക്കാറുണ്ട്, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇത്. സാഫ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെഴുകുതിരി ചൂടാക്കി ഒഴിക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നും വരില്ല. ഇതും അതേ പ്രായത്തിലുള്ള ഒരു വെരിഗേറ്റഡ് അഡീനിയത്തിൻ്റെ പ്ലാന്റാണ്. ഇത് മൾട്ടിപ്പറ്റിലാണ്. അത് കഴിഞ്ഞ ആഴ്ച നല്ലൊരു ഫ്ലവർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത് നീണ്ടുപോയി. ഇപ്പോൾ ഇതിൽ പുതിയ മുട്ടകളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതുപോലെ നീണ്ട് വെറുതെ ഒരു ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലവറിൻ്റെ കനം താങ്ങാതെ അത് മടങ്ങി ഒടിഞ്ഞു പോകും. അതിനേക്കാളും നല്ല നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് സെയിം അതേ പ്രൊസീജിയറിൽ ഇതിനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രൂൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു ഫർട്ടിലൈസർ കൊടുക്കേണ്ടതുണ്ട്. അതായത് നൈട്രജൻ കൂടുതൽ അടങ്ങിയ ഒരു ഫർട്ടിലൈസർ എന്തായാലും കൊടുക്കണം. അതിനായി നമ്മൾ അതിൻ്റെ ഉള്ള ഉണങ്ങിയ ഇലയും അതൊക്കെ ഒന്ന് മാറ്റിക്കളയാം. പിന്നീട് അതിലേക്ക് ഈ ഒരു വളമാണ് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളമാണ്. അതൊരു സ്പൂൺ, കൂടുതൽ ഉപയോഗിക്കരുത്, ചെറിയ ചെടിയല്ല, അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിച്ച് കൊടുത്ത് അത് നമുക്കൊരു മണ്ണിലേക്ക് ഇളക്കി ചേർക്കാം. കൂടാതെ ഞാൻ സാധാരണ എല്ലാ ചെടികൾക്കും ചെയ്യാവുന്ന മാതിരി
ഈ അഴുകിപ്പൊഴിഞ്ഞ ആട്ടിൻകാട്ടം അത് ഈ അടിയനത്തിന് വളരെ ഫലപ്രദമായി കാണുന്നു. ഞാൻ പ്രത്യേകം പറയുകയാണ്, കാരണം എല്ലാവരും അത് ഉപയോഗിക്കുക. അതിന് നല്ല ഫ്ലവറും നല്ല വലിയ ഫ്ലവറും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വളർച്ചയും നന്നായിട്ട് ത്വരിതപ്പെടുത്തുന്നു. അത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് അതിനെ നന്നായിട്ട് വെള്ളം അതായത് താഴത്തോളം എത്തുന്ന മാതിരി, ഏതായാലും നമ്മൾ ഇതിന് വളമൊക്കെ ഇട്ട സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഇത് നന്നായിട്ട് വാട്ടർ ചെയ്യണം. വാട്ടർ ചെയ്തില്ലെങ്കിൽ ചെടിക്ക് നല്ല ക്ഷീണം ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം അതിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.